അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പുതിയൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണോ, അതോ നമ്മൾ ഒരു വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണോ? അമേരിക്കയുമായി ഇന്ത്യ വലിയൊരു വ്യാപാര കരാർ ഒപ്പിട്ടു. നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ രാജ്യമോ ഇത് അറിയിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇത് അറിയിച്ച രീതി ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ലോകത്തെ അറിയിക്കുന്നത്? അമേരിക്കയ്ക്ക് മുമ്പിൽ നമ്മുടെ ഭരണകൂടം വിധേയരായി നിൽക്കുന്നതിന് ഉദാഹരണമാണോ ഇത്? ട്രംപിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡീലാണ്, അതായത് ചരിത്രപരമായ ഒരു കരാർ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ നിറവേറുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ നിർമ്മിത കാറുകൾക്കും ഐഫോണുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും മേലുള്ള ഇറക്കുമതി നികുതി ഇന്ത്യ കുറച്ചിരിക്കുന്നു. ഇതിന് പകരമായി ഇന്ത്യക്ക് എന്ത് കിട്ടി എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പാർലമെന്റിലോ ജനങ്ങൾക്ക് മുമ്പിലോ ചർച്ചയ്ക്ക് വയ്ക്കേണ്ടതാണ്. പക്ഷേ ഇവിടെയെല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യക്കാർ ഈ കരാറിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ വഴി ട്വീറ്റ് ചെയ്തപ്പോൾ മാത്രമാണ്. ഇത് നമ്മുടെ നയതന്ത്രപരമായ അന്തസ്സിന് ചേർന്നതാണോ? ഇന്ത്യയുടെ വിപണി അമേരിക്കൻ കുത്തകൾക്ക് അടിയറു വയ്ക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ഇത് തളർത്തുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കരാർ കാറുകളെയോ ഫോണുകളെയോ മാത്രമല്ല ബാധിക്കുന്നത്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ വിപണി തുറന്നു കൊടുത്താൽ ഇന്ത്യൻ കർഷകരുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യം പ്രസക്തമാണ്. സബ്സിഡി നൽകി വളർത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യൻ കർഷകർക്ക് കഴിയില്ല. ഇത് നമ്മുടെ കാർഷിക മേഖലയെ തകർക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര ലാഭത്തേക്കാൾ കൂടുതൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ ഇന്ത്യ ശ്രമിക്കുന്നത്? അതിനൊപ്പം തന്നെ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നും ഇന്ത്യ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും മാത്രമേ എണ്ണ വാങ്ങൂ എന്നും ട്രംപ് തന്റെ ട്വീറ്റ് വഴി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വന്തം എക്സ് വഴിയാണ് ലോകത്തെ ഇക്കാര്യം അറിയിച്ചത്. 18% തിരുവ കുറച്ചു തന്ന അമേരിക്കൻ പ്രസിഡന്റ് നന്ദിയെന്നും അദ്ദേഹം അതിൽ ചുരുക്കി പറഞ്ഞു. പക്ഷേ ഇതിൽ ഇന്ത്യയുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും യാതൊരു അറിവുമില്ല. സൗഹൃദങ്ങൾ നല്ലതാണ്, എന്നാൽ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടാവരുത്. ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്ത്യൻ വിപണി എന്നത് ലോകത്തിന് മുന്നിൽ ഒരു കച്ചവട വസ്തു മാത്രമല്ല, അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവുമാണ്. ഈ കരാർ സുതാര്യമല്ല എന്നതാണ് പ്രശ്നം. ഇതിന് മറുപടി ഭരണാധികാരികൾ നൽകിയേ തീരൂ.